തോറ്റു കൊടുക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ തോൽക്കാൻ വളരെ ചാൻസ് കുറവാണ്. മനസ്സിലായി? അത് സിറ്റുവേഷനും സാഹചര്യം എല്ലാം എഫക്റ്റ് ചെയ്യും. എപ്പോഴും എൻ്റെ ഒരു അതിൽ അൺഎഡ്യൂക്കേറ്റഡ് ആൾക്കാർക്കായിരിക്കും കൂടുതൽ റിസ്ക് ടേക്കിംഗ് എബിലിറ്റിയാണ് ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഇനീഷ്യൽ ടൈമിൽ ഒരു വ്യക്തി ഒരു ചെറിയ ബിസിനസ് തുടങ്ങുമ്പോൾ അവൻ തന്നെയായിരിക്കും വർക്ക് ചെയ്യുക. പിന്നെ 2 സ്റ്റാഫിന് വയ്ക്കും, അല്ലെങ്കിൽ 5 സ്റ്റാഫിന് വയ്ക്കും. അപ്പോൾ ഈ സ്റ്റാഫിനെ വയ്ക്കുന്നതിനനുസരിച്ച് അവൻ സൂം ഔട്ട് ചെയ്യണം. ഒരു കോമ്പറ്റീറ്ററെ മനസ്സിലാക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ പഠിക്കാനോ കൂടുതൽ ഫോളോ ചെയ്യാനോ നമ്മൾ നിൽക്കരുത്. കാരണം നമ്മുടെ ഫോക്കസിൽ നിന്ന് നമ്മളെപ്പോഴും നമ്മുടെ ഫോക്കസിലായിരിക്കണം. മറ്റുള്ളവരെ വളർച്ചയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്താൽ നമ്മുടെ വളർച്ച അവിടെ ഡൗൺ. അപ്പോൾ എന്തിനും നമ്മൾ പോസിറ്റീവായി കണ്ട് എത്ര പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അതിൽ ഓപ്പർച്യൂണിറ്റീനെ നമ്മൾ കണ്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കും, ബിസിനസ്സും ഡെവലപ്പ് ചെയ്തു. നമ്മുടെ ബ്രാൻഡിനെ വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ടീമിനെ മേക്ക് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അതിലാണ് നമ്മളൊരു ഹാപ്പി കാണുന്നത്. മുമ്പ് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തിരുന്ന ഒരു കാര്യങ്ങൾ ഇപ്പോൾ ഒരു ടീമിലൂടെ അതെങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുക. എത്രത്തോളം എഫേർട്ട് ഇട്ട് എത്രത്തോളം ആ എംപ്ലോയി ഒരു സ്ഥാപനത്തിന് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നു, അതിനനുസരിച്ചായിരിക്കും ആ എംപ്ലോയിയുടെ ആ സ്ഥാപനത്തിലുള്ള ഗ്രോത്ത്. മലയാളി സക്സസ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സക്സസ് സ്റ്റോറി പങ്കിടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ എന്നും വരുന്ന എടനാട് മിൽക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള സജീഷ് ചേട്ടനാണ്. ചേട്ടാ, ഒരുപാട് സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എടനാട് മിൽക്ക് എല്ലാവരുടെയും വീട്ടിൽ അല്ലെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റ് ആയിട്ട് മാറി. നമ്മൾ എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ശരിക്കും ഇത് ആക്ച്വലി 2018 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ചെറിയൊരു രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 1 മണിക്കൂർ 2000 ലിറ്റർ പ്രോസസ്സ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. ഇപ്പോൾ അത് 1 മണിക്കൂറിൽ 18,000 ലിറ്റർ പ്രോസസ്സ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പ്ലാന്റായിട്ട് മാറി. അതേപോലെ തന്നെ നമ്മൾ ഒരു ജില്ലയിൽ ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും തമിഴ്നാടും ബാംഗ്ലൂർ അടങ്ങുന്ന ടൗണിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെ, അല്ല ശരിക്കും ഇത് കേൾക്കുമ്പോൾ എല്ലാവരും പറയും 2018 സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത്. ശരിക്കും നമ്മൾ എപ്പോഴാണ് ഈ ഒരു ബിസിനസ്സിലോട്ട് തന്നെ മിൽക്കിന്റെ എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലോട്ട് എൻട്രി ചെയ്യുന്നത് ഏത് പ്രായത്തിലായിരുന്നു? ഞാൻ എൻട്രി ചെയ്യുന്നത് +2 പഠിക്കുമ്പോഴാണ്. ഈ മിൽക്ക് പാക്കറ്റായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത് അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നത് ആ സമയത്താണ്. നോർമലി ഞാൻ ഒത്തിരി ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ന്യൂസ് പേപ്പർ സപ്ലൈ ചെയ്യുന്ന സമയത്ത് വീടുകളിലേക്ക് പാല് കൊടുത്തിട്ടാണ് ഞാൻ ഈ മിൽക്കിൻ്റെ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്. അവിടുന്ന് അതിങ്ങനെ സ്റ്റേജ് വൈസായിട്ട് അതിങ്ങനെ വളർത്താനുള്ള ആഗ്രഹം കൊണ്ട് വളർത്തി വന്ന് അതിനുശേഷം പല പ്രശ്നങ്ങളും ഫേസ് ചെയ്തതിന് ശേഷമാണ് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് 2018 സ്റ്റാർട്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടിയത്. അതും പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക് വന്ന ഒരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റിയാണ് ഈ ബ്രാൻഡ് നെയിമും ഈ ബ്രാൻഡും. ശരിക്കും 2018 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെല്ലുവിളികൾ നിറയണ ഒരു വർഷമായിരുന്നു. ശരിക്കും വെള്ളപ്പൊക്കം വന്നു, അതിനുശേഷം പിന്നെയും ഈ പറഞ്ഞ പോലെ കൊറോണ 2 തവണ വന്നു. അങ്ങനത്തെ ഒരു കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കറക്റ്റ് സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു. അതെ, നോട്ട് നിരോധനം, വെള്ളപ്പൊക്കം, കൊറോണ, അങ്ങനത്തെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെയായിരുന്നു 2018 മുതൽ. പക്ഷേ എന്തുകൊണ്ട് ദൈവഭാഗ്യം കൊണ്ടും നമ്മുടെ ഭാഗ്യം കൊണ്ടും ഓരോ വർഷം നമുക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റി. അതിന് എപ്പോഴും നമ്മുടെ ഒരു മെയിൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീമും പിന്നെ പ്രൊഡക്റ്റ് ക്വാളിറ്റിയാണ്. നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും മാർക്കറ്റിലത്തെ ആ പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ ഏറ്റവും നമ്പർ 1 ക്വാളിറ്റിയിൽ നമ്മൾ കൊടുക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതും പ്ലസ് നമ്മുടെ സർവീസ്, നമ്മുടെ ടീം വർക്ക്, അങ്ങനെ ഒത്തിരി കാരണങ്ങൾ അതിന്റെ ബാക്കിലുണ്ട്. നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നതിന്റെ ഒരു കാരണം അങ്ങനെയൊക്കെയാണ്. നമ്മൾ ശരിക്കും നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്തുകൊണ്ടാണ് വന്നതെന്നുള്ളത്. അപ്പം എങ്ങനെയാണ് അത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ഇപ്പം 2018 ബിസിനസ് തുടങ്ങി അതിനെ സക്സസ് ആക്കി എന്ന് പറയുന്നത് തന്നെ അതിന് വലിയ ഹീറോയിസം വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതിന് വലിയൊരു സക്സസ് ഇല്ല. ബിക്കോസ് എത്ര സക്സസ് ആയിട്ടുള്ള ബിസിനസ്സുകളാണെങ്കിലും 2018 അല്ലെങ്കിൽ 2020 ഈ ഒരു സമയങ്ങളിലാണ് അവർ തകർന്നു പോയിട്ടുള്ളത്. ഒരുപാട് വർഷത്തെ ബിസിനസ്സുകളൊക്കെ തകർന്നു പോയൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം ആ പീരീഡ് അങ്ങനത്തെ ഒരു പീരീഡാണ്. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത്തരത്തിലൊരു പീരീഡില് എങ്ങനെയാണ് അതിനെ? ഏതൊരു സാഹചര്യത്തിലും നമുക്ക് കുറെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ ആ പ്രതിസന്ധിക്ക് ഓപ്പോസിറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ആ പ്രതിസന്ധികളുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പ്രതിസന്ധികളുള്ള കാര്യങ്ങൾ അപ്പം ചെയ്യാതിരിക്കുകയും അതിനോട് റിലേറ്റ് ചെയ്ത് ഓപ്പർച്യൂണിറ്റി ഉള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത്
അതിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഈ പ്രതിസന്ധി കാര്യങ്ങളിൽ ഓപ്പർച്യൂണിറ്റി വരും. അപ്പോൾ അതിനെടുത്തിട്ട് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ എന്തിനും നമ്മൾ പോസിറ്റീവായി കണ്ട് എത്ര പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അതിൽ ഓപ്പർച്യൂണിറ്റീനെ നമ്മൾ കണ്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കും, ബിസിനസ്സും ഡെവലപ്പ് ചെയ്ത് പോകും. ഈ ഹാപ്പിനെസ് എന്ന് പറയുമ്പം എത്രത്തോളം അതിനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? കാരണം ബിസിനസ്സുകാരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരിക്കും, ഒരുപാട് ഈ പറയുന്ന പോലെ പ്രതിസന്ധികൾ ഉണ്ടായിരിക്കും, ഒക്കെ ഉണ്ടാവും. അപ്പം അതിനെങ്ങനെയാണ് ഒരു ബിസിനസ്സുകാരൻ ഹാപ്പി എന്ന് പറയുന്ന ഒരു വേർഡിനെ എങ്ങനെയായിരിക്കും ഇടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ? ഓരോ ബിസിനസ്സുകാർക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചിലവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇത്ര ഏരിയയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ടേൺ ഓവർ ഉണ്ടാവണം, അല്ലെങ്കിൽ എനിക്ക് വലിയൊരു വീട് അല്ലെങ്കിൽ വലിയ ബംഗ്ലാവ്, അങ്ങനെ പല രീതിയിലാണ് പലവരുടെ ഒരു ബിസിനസ്സിൻ്റെ വളർച്ച അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ എയിം പല രീതിയിലായിരിക്കും. അപ്പം നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രാൻഡിനെ വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ടീമിനെ മേക്ക് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അതിലാണ് നമ്മളൊരു ഹാപ്പി കാണുന്നത്. ശരിക്കും അപ്പോൾ എപ്പോഴും പറയില്ല, പല ബിസിനസ്സുകാരും പറഞ്ഞിട്ടുണ്ട് അവർക്ക് ചിലപ്പോൾ എപ്പോഴും അവരുടെ ഫാമിലിയേക്കാളും ഇമ്പോർട്ടൻസ് നമ്മുടെ ഈ ബ്രാൻഡിന് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കോളേജ് കാലത്ത് നമ്മളൊരു കാമുകിക്ക് കൊടുക്കുന്ന ആ ഒരു എപ്പോഴും ആ ഒരു മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അതേപോലെ നമ്മുടെ ബ്രാൻഡിന് എപ്പോഴും മനസ്സിൽ വിചാരിക്കുമ്പോഴാണ് അതിനോടൊരു സ്നേഹം വരികയും അത് നമുക്ക് എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ കുറേ ഐഡിയാസും അതിൻ്റെ ഡെവലപ്മെൻറ്റും തന്നെ വരും. അതാണ് സാറ്റിസ്ഫാക്ഷനും ഹാപ്പിനെസ്സും നമുക്ക് വരുന്നത്. അത് ഏതൊരു ബ്രാൻഡാണെങ്കിലും അതിൻ്റെ ഒരു എന്റർപ്രണർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊമോട്ടർക്ക് അതിനോടൊരു പ്രാന്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ആയി കിട്ടണമെങ്കിൽ അവർ ബിസിനസ് ഡെവലപ്പ് ആവും. ഞാനിപ്പോൾ വരുന്ന സമയത്ത് നമ്മളായിട്ട് ടീമിൻ്റെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത ആളത്ത് ഞാൻ ചോദിച്ചപ്പോൾ എത്ര വർഷമായി എന്ന് വെച്ചപ്പോൾ ആൾ 6 വർഷമായി, സ്റ്റാർട്ടിങ് മുതലേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിനും വലിയൊരു ബ്ലെസ്സിങ് ഇല്ലേ? കാരണം എങ്ങനെയാണ് ഒരു ടീമിനെ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ മാനേജ് ചെയ്യുന്നത്? നമ്മുടെ ഒരു ടീം നമുക്ക് ശരിക്ക് കറക്റ്റായിട്ട് ഒരു വർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം. അവരെ സ്കില്ല് നോക്കിയിട്ട് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്ത് അവർക്ക് അവരുടേതായ ഒരു ഫ്രീഡം കൊടുത്ത് നമ്മൾ അതിൻ്റെ പ്രോഗ്രസ് അവരോട് തന്നെ അനലൈസ് ചെയ്ത് പോവാണ് നമ്മളൊരു സ്റ്റൈല് ചെയ്യുന്നത്. ഇപ്പോൾ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളർന്നു വന്നതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണെന്നറിയാം, ഒരിക്കലും ഒരു ഓണർ എന്ന രീതിയിൽ മിക്കപ്പോഴും നമ്മൾ സ്റ്റാഫുകളോട് ഇടപെടാറില്ല. അപ്പോൾ അവരെ തന്നെ ഒരു ഏകദേശം ഒരു ഈക്വൽ മോഡലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാറ്, അങ്ങനെയാണ് നമ്മൾ പെരുമാറാറ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടീം നല്ല രീതിയിൽ തന്നെ അതിനോട്, കാരണം അവർ അത് തന്നെയാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നല്ല ഒരു കോമ്പോയിൽ തന്നെയാണ് നമ്മൾ പോണത്. വളരെ അപൂർവമാണ് നമ്മുടെ കോർ സ്റ്റാഫുകൾ വിട്ടുപോകുന്ന തന്നെ വളരെ അപൂർവമാണ്. ഇപ്പം നമ്മളിപ്പോൾ +2 മുതൽ തന്നെ ഈ ബിസിനസ്സിലോട്ട് വന്നു, മീൻസ് പാലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലോട്ട് വന്നു എന്ന് പറഞ്ഞു. അന്ന് നമ്മൾ സെൽഫ് എംപ്ലോയ്മെന്റ് ആയിരുന്നു. അപ്പം ആ ഒരു സമയത്തുള്ള ഒരു സെൽഫ് എംപ്ലോയ്മെന്റും ഇപ്പോൾ ഒരു ബിസിനസ്മാനും കൂടി ആയി, ഒരു ഓണ്ടർപ്രണറും കൂടി ആയി. എന്താണ് അതിലൊരു ഡിഫറൻസ് എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറയുന്ന പോലെ പ്രതിസന്ധികൾ കൂടുതലുണ്ടാവാം, അല്ലെങ്കിൽ ഡിസിഷൻസ് കൂടുതൽ എടുക്കേണ്ടതായിട്ടുണ്ടാവാം, അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ല, അന്നത്തെ കാലത്ത് നമ്മൾ കൂടുതലും നമ്മൾ തന്നെയാണല്ലോ വർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഓരോ ദിവസം നമ്മളെങ്ങനെ ഗ്രോ ചെയ്യും, അങ്ങനെ ഒരു പാക്കറ്റ് അല്ലെങ്കിൽ ഒരു ഷോപ്പ് എങ്ങനെ കൂട്ടും എന്നുള്ള ഒരു ചിന്തയിലൂടെ തന്നെയാണ് നമ്മൾ അങ്ങനെ കൂടി വന്നത്. അപ്പോൾ ഇന്നിപ്പോൾ അതിന്ന് വിട്ട് ഏകദേശം നമുക്കൊരു 1200 എംപ്ലോയീസ് ആണ്. അപ്പോൾ ഇവരോട് ജോയിൻ ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഓരോ ഡിവിഷൻ്റെ പ്രോഗ്രസ് എങ്ങനെ വരുത്താൻ പറ്റും എന്നുള്ള ഒരു ചിന്തയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ മുമ്പ് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തിരുന്ന ഒരു കാര്യങ്ങൾ ഇപ്പോൾ ഒരു ടീമിലൂടെ അതെങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുക. അതാണ് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇപ്പം നമ്മൾ സെൽഫ് എംപ്ലോയ്മെന്റ് പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങൾ പല ബിസിനസ്സുകാരും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പം പറയും നിങ്ങൾ ശരിക്കും ബിസിനസ്സുകാരനല്ല, നിങ്ങൾ സെൽഫ് എംപ്ലോയ്മെന്റ് തന്നെയാണ്. കാരണം നിങ്ങൾ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ തന്നെയാണ് അതിന് സെയിൽസ് ചെയ്യുന്നത്, നിങ്ങൾ തന്നെയാണ് ഡിസിഷൻസ് എടുക്കുന്നത് എന്നൊക്കെ. അപ്പം ചേട്ടനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ സെൽഫ് എംപ്ലോയ്മെന്റിൽ നിന്ന് ശരിക്കും ഓണ്ടർപ്രണർഷിപ്പിലോട്ട് മാറി, അത് മാറാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പം എങ്ങനെയാണ് അതിലേക്ക് മാറേണ്ടത്? ഡെഫിനറ്റ്ലി സാഹചര്യങ്ങൾ മാറ്റുന്നതാണ്, പക്ഷെ എങ്ങനെയാണ് ആ മൊമെന്റിലേക്ക് തിരിച്ചു വരേണ്ടത്? കാരണം നമ്മൾ വർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ്. അത് ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി ഏതൊരു ബിസിനസ് ആണെങ്കിലും അതിൻ്റെ ഒരു ബേസ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടാവണം.
അതാണ് അതിൻ്റെ ഒരു വളരെ സത്യാവസ്ഥ. ബേസ് വർക്ക് ചെയ്യാത്ത ബിസിനസ്സിൽ നമുക്ക് നമ്മുടെ ഒരു മൈൻഡ് കൊണ്ടായിക്കോട്ടെ ഹാർട്ട് കൊണ്ടായാലും നമുക്കൊരു ടച്ച് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ബേസ് വർക്ക് ചെയ്തൊരു വ്യക്തിക്ക് മാത്രമേ ആ ബിസിനസ് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ അപൂർവമായിട്ട് ബേസ് വർക്ക് ചെയ്യാത്ത ബിസിനസ്സുകൾ വളർന്നിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴും അതിൻ്റെ ഗ്രൗണ്ട് ലെവൽ എക്സിക്യൂഷൻ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വരണം എന്നുള്ളതാണ് വ്യത്യാസം. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാലേ നാളെ നമുക്കത് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇനീഷ്യൽ ടൈമിൽ ഒരു വ്യക്തി ഒരു ചെറിയ ബിസിനസ് തുടങ്ങുമ്പോൾ അവൻ തന്നെയായിരിക്കും വർക്ക് ചെയ്യുക. പിന്നെ 2 സ്റ്റാഫിന് വയ്ക്കും, അല്ലെങ്കിൽ 5 സ്റ്റാഫിന് വയ്ക്കും. അപ്പോൾ ഈ സ്റ്റാഫിനെ വയ്ക്കുന്നതിനനുസരിച്ച് അവൻ സൂം ഔട്ട് ചെയ്യണം. ഒരു നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഒരു കോച്ച് ചെയ്യണ പോലെ ഗ്രൗണ്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങണം. അവരൊപ്പം കയറി കളിച്ചു കഴിഞ്ഞാൽ ടീം വലുതാവണതിനനുസരിച്ച് ഇനീഷ്യൽ പോയി കോച്ചായിട്ട് നിന്നാലും പ്രശ്നമാണ്. അപ്പോൾ സ്റ്റേജ് ശ്രദ്ധിക്കണം. ബിസിനസ് വളരുന്നതിനനുസരിച്ച് ടീം മെമ്പേഴ്സ് കൂടുന്നതിനനുസരിച്ച് അവൻ കോച്ചിലേക്ക് മാറണം. കളിക്കാരൻ നിന്ന് അല്ലെങ്കിൽ കളിക്കാരൻ ചിലപ്പോൾ ഒരു ക്യാപ്റ്റനാവും, ക്യാപ്റ്റനിൽ നിന്ന് ഒരു കോച്ചായിട്ട് മാറണം. ഈ മാറാത്തോണ്ടാണ് ആ ബിസിനസ് കൂടുതൽ വളരാത്തത്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ സമയം കിട്ടും, അതിൻ്റെതായ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഓപ്പർച്യൂണിറ്റി അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതുകൊണ്ടൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തത്. തീർച്ചയായിട്ടും അത് വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യം. ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ കോച്ചാവരുത് എന്നുള്ളത്, കാരണം ഒരു കറക്റ്റായ സമയത്ത് കോച്ചാവുകയും ചെയ്യണം. അതെ 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 അതെ. ഇപ്പം ഇതിൽ നമ്മൾ ഒരു സ്റ്റാഫിനെ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും? ഇത് ഞാൻ പറയുന്നത് ഓണ്ടർപ്രണേഴ്സിന് മാത്രമല്ല, ജോലി അന്വേഷിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ഒരു ജോലിക്കാരനെ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടീം മെമ്പറെ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജോലിയുടെ ആവശ്യം, പിന്നെ ആ ജോലി ചെയ്യാനുള്ള സ്കില്ല് ആ വ്യക്തിയായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുക. എപ്പോഴും എൻ്റെ ഒരു മ്യൂച്വലി ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എംപ്ലോയി ആ എംപ്ലോയിയുടെ ബെനിഫിറ്റ് വെച്ച് ആ എംപ്ലോയിയുടെ എഫേർട്ടിനെ വെയിറ്റ് നോക്കി കഴിഞ്ഞാൽ, തൂക്കം നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും ആ എംപ്ലോയി വലുതാവില്ല എന്നുള്ളതാണ്. ഇതേ സെയിം ഈക്വേഷൻ തന്നെയാണ് ഒരു ബിസിനസ്സുകാരൻ ആ ബിസിനസ്സുകാരൻ്റെ പ്രോഫിറ്റ് നോക്കി ബിസിനസ്സിലേക്കുള്ള എഫേർട്ടിനെ തൂക്കം നോക്കി കഴിഞ്ഞാലും ആ ബിസിനസ് വളരില്ല. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? അതായത് നമ്മൾ ലിമിറ്റ് ചെയ്യും. ഒരു എംപ്ലോയിൻ്റെ എഫേർട്ട് സാലറിനെ വെച്ച് വെയിറ്റ് നോക്കി കഴിഞ്ഞാൽ പലപ്പോഴും എനിക്ക് ഇത്ര സാലറിയിൽ കിട്ടുള്ളൂ, സോ എൻ്റെ ഇത്ര സമയം ഞാൻ വർക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടാൽ മതി. അപ്പോൾ എത്രത്തോളം എഫേർട്ട് ഇട്ട് എത്രത്തോളം ആ എംപ്ലോയി ഒരു സ്ഥാപനത്തിന് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നു, അതിനനുസരിച്ചായിരിക്കും ആ എംപ്ലോയിയുടെ ആ സ്ഥാപനത്തിലുള്ള ഗ്രോത്ത്. അതേപോലെ തന്നെയാണ് ഒരു ബിസിനസ്സുകാരനാണെങ്കിലും അവൻ അതിലത്തെ പ്രോഫിറ്റ് നോക്കാതെ ആ ബിസിനസ്സിനെ എത്രത്തോളം സ്നേഹിക്കുന്നു. ഫോർ എക്സാമ്പിൾ, പ്രോഫിറ്റ് നോക്കി കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യില്ല, എക്സ്പാൻഷൻ ചെയ്യില്ല, കാരണം ഇതൊക്കെ ചെയ്യും തോറും പ്രോഫിറ്റ് കുറയും. അതെ, മനസ്സിലാവണ്ട? അപ്പോൾ അങ്ങനെ ബിസിനസ്സിനെ കാണണം. അതുപോലെ എംപ്ലോയി ജോലിനെ ഇങ്ങനെയും കാണണം. എന്നാലേ രണ്ടുപേരും ഗ്രോ ചെയ്യുള്ളൂ. ഒരു കമ്പനിയുടെ സാലറി ഫിക്സ് ചെയ്യണത് ആക്ച്വലി ഒരു എംപ്ലോയി ആ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ എംപ്ലോയിയുടെ സാലറി ഫിക്സ് ചെയ്യണത് ശരിക്കും ഇന്നത്തെ കാലത്ത് പ്രൈവറ്റ് മേഖലയിൽ ആ എംപ്ലോയി തന്നെയാണ്. ആ എംപ്ലോയി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ ആ കമ്പനിക്ക്, അത്രത്തോളം ആ കമ്പനി ഈ എംപ്ലോയിനെ പേ ചെയ്യും. അത്രത്തോളം ഇമ്പോർട്ടൻസ് ആക്കണോ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആക്കണതിൻ്റെ ഉത്തരവാദിത്വം കമ്മിറ്റ്മെൻറ്റ് എംപ്ലോയിയുടെ. അതിനനുസരിച്ച് കമ്പനി പേ ചെയ്യും. കാരണം ഇന്ന് അത്രയധികം എംപ്ലോയീസിന് ഷോർട്ടേജ് ആണ്. കുറേ പേരുണ്ടെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് ഓരോ പൊസിഷനിലേക്കും കറക്റ്റായിട്ട് സൂട്ടാവുന്ന വ്യക്തികൾ കിട്ടൽ വളരെ കുറവാണ്. എപ്പോഴും ഞാൻ പറയുന്നത് എഡ്യൂക്കേഷനോ ഒന്നല്ല, ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്തിനും ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തിനും പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളാനും അത് ചെയ്തു നോക്കാനും ശ്രമിച്ചു നോക്കാനും അങ്ങനെ വളരുന്ന എംപ്ലോയീസാണ് എപ്പോഴും നല്ലത്. നമ്മൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയി കൊടുന്നു വെച്ചാൽ ശരിയാവില്ല. വലിയ കമ്പനിയിൽ നിന്ന് നല്ല ഹൈ പെയ്ഡ് സാലറി ഉള്ള സ്റ്റാഫുകളെയും കൊടുന്നു വെച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ സിസ്റ്റമായിട്ടോ സ്ട്രക്ചറായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറായിട്ടോ അവർ ചിലപ്പോൾ മിക്സ് ആവണമെന്നില്ല. എപ്പോഴും നമ്മുടെ ഇന്റേണൽ നമ്മൾ ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ സ്ട്രക്ചർ ചെയ്യുന്ന എംപ്ലോയീസ് ആയിരിക്കും കൂടുതൽ നമ്മുടെ കമ്പനിയിൽ ഹൈ പൊസിഷനിലേക്ക് പോവുക.
തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ ഈ എഡ്യൂക്കേഷൻ്റെ കാര്യം പറഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട കാര്യം ഇത് തന്നെയാണ്. നിങ്ങളുടെ എഡ്യൂക്കേഷനിലുപരി, നിങ്ങളുടെ സ്കില്ലിലുപരി ആറ്റിറ്റ്യൂഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ജോലി പഠിച്ചെടുക്കാനും കൂടെ സാധിക്കും എന്നുള്ളതാണ്. അതെ അതെ. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം നമ്മൾ ഓൺടർപ്രണർ ആവുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം അതിൽ ഈ പറയുന്ന പോലെ എഡ്യൂക്കേഷൻ ഒരു സ്ഥാനം ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്? കാരണം ഞാൻ ചോദിക്കാൻ വേറെ ഒന്നുമല്ല, നമ്മളെപ്പോഴും പറയും ബാക്ക് ബെഞ്ചേഴ്സ് ഓൾവേസ് സക്സസ്ഫുള്ളാണെന്ന് പറയും. ബാക്ക് ബെഞ്ചേഴ്സിന് കാരണം അവർക്ക് ഒന്നും നോക്കണ്ട, എങ്ങനെ നോക്കിയാലും അവർക്ക് ജീവിച്ചേ പറ്റൂ എന്നുള്ളതുകൊണ്ട് ഏത് കാര്യം ചെയ്യും. എനിക്ക് ചേട്ടൻ്റെ എഡ്യൂക്കേഷൻ എനിക്ക് അറിയില്ല. അപ്പം എങ്ങനെയാണ് എഡ്യൂക്കേഷൻ വേഴ്സസ് ഓൺടർപ്രണർഷിപ്പ് പറയുകയാണെങ്കിൽ? അത് വളരെ ഈ എൻ്റർപ്രണർഷിപ്പിൽ വളരെ കണക്റ്റഡ് ആണ് എഡ്യൂക്കേഷൻ. നമ്മളെല്ലാവരും വിചാരിക്കും നല്ല എഡ്യൂക്കേഷൻ ഉള്ളവരായിരിക്കും വലിയ ബിസിനസ് ഡെവലപ്പ് ചെയ്യാമെന്ന്. ആക്ച്വലി എൻ്റെ അറിവ് പ്രകാരം എഡ്യൂക്കേഷൻ കുറഞ്ഞവരാണ് കൂടുതൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യണത്. അൺഎഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ പെട്ടെന്ന് തന്നെ ആ ഒരു റിസ്ക് എടുക്കുകയും ചെയ്യും. ചിലപ്പോൾ അത് ഒരു മോശമാണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു പരാജയമാണെങ്കിലും ആ പരാജയത്തിനെ അവർ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ എങ്ങനെയെങ്കിലുമൊക്കെ അവർ കൊണ്ടുപോകും ആ വിജയത്തിലേക്ക്. എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരോ ഈ റിസ്ക് എടുക്കാൻ പേടിച്ചിട്ട് അവൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ അൺഎഡ്യൂക്കേറ്റഡ് ആൾക്കാർ റിസ്ക് എടുത്ത് പരാജയപ്പെട്ടിട്ടാണെങ്കിലും ആ ബിസിനസ്സിനെ ഒരു ലെവലിൽ കൊണ്ടുപോയി അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. അതെ. അപ്പോൾ എപ്പോഴും എൻ്റെ ഒരു അതിൽ അൺഎഡ്യൂക്കേറ്റഡ് ആൾക്കാർക്കായിരിക്കും കൂടുതൽ Priority. റിസ്ക് ടേക്കിംഗ് എബിലിറ്റിയാണ് ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടൻറ്റ്. ധൈര്യം വേണം. ധൈര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും വലിയ എടുത്തൊരു ധൈര്യം ഏതായിരിക്കും? ഇളനാടിൻ്റെ ഇത്രയും കാലത്തെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ റിസ്ക് ഏതായിരിക്കും? ആക്ച്വലി ഞാൻ അങ്ങനത്തെ ഒരു ധൈര്യം ഇതുവരെ എടുത്തിട്ടില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും എടുത്തിട്ടില്ല. എല്ലാം ഞാൻ ഒന്ന് പറഞ്ഞല്ലോ, ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 100 പാക്കറ്റ് സെയിലുള്ളപ്പോഴാണ്. അന്നും അതൊരു വലിയൊരു ധൈര്യമല്ല. ഈ 100 പാക്കറ്റിൽ നിന്ന് ഞാൻ ഓരോ ദിവസം വളർന്നതാണ് ഇത്. അല്ലാതെ ഞാൻ ഒറ്റയടിക്ക് ഒരു വലിയൊരു ഒരു വളർച്ച ഇതുവരെ വളർന്നിട്ടില്ല. നമ്മൾ പറയണ ഓരോ ചെറിയ വളർച്ച വളർന്നാൽ പോലും നമ്മൾ ഒരു വർഷത്തിൽ വലിയൊരു വളർച്ചയാവും. അതെ. പക്ഷെ ഓരോ ദിവസം ചെറിയ വളർച്ചയെങ്കിലും നമ്മൾ വളരണം. നമ്മുടെ പല ഡിപ്പാർട്ട്മെൻ്റ് ആയാലും മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാലും ഓരോ ചെറിയ വളർച്ച വളർന്നു കഴിഞ്ഞാലും നമ്മൾ വലിയൊരു വളർച്ചയിലേക്ക് എത്തും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബിസിനസ്സിൽ വലിയൊരു റിസ്ക് എടുത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളാച്ചിയിൽ ഒരു പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിർത്തിയതാണ്. എൻ്റെ എഡ്യൂക്കേഷൻ MBA MPhil ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തത് ഓണായിട്ട്. ഒത്തിരി കടമൊക്കെ വാങ്ങിച്ചിട്ടാണ് ആ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ആ സ്റ്റാർട്ട് ചെയ്ത പ്ലാന്റ് നിർത്താമെന്നുള്ള ഒരു തീരുമാനം എടുക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും വലിയ ഡിസിഷൻ എടുത്തത്. കാരണം പ്രത്യേകിച്ച് നമുക്ക് നിർത്തേണ്ട ആവശ്യമില്ല. പക്ഷേ കടം കയറി നിർത്തിയില്ലെങ്കിൽ നാളെ നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ കടം കയറിയപ്പോഴാണ് സ്വയം എടുക്കുന്ന ഒരു തീരുമാനമാണ് അന്ന് ഞാൻ എടുത്തത്. അത് ഒരു ഏകദേശം ഞാൻ ഒത്തിരി സങ്കടപ്പെട്ട ഒരു തീരുമാനമാണ്. കാരണം അത്രയും ഞാൻ ഭയങ്കരമായിട്ട് ഒരാളും നമ്മൾ പ്രഷറൈസ് ചെയ്തിട്ടൊന്നുമില്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ നമുക്ക് സ്വയം പറയില്ലേ, നമ്മൾ സ്വയം അളന്ന് ഒരു തീരുമാനം എടുക്കാമെന്ന്. അങ്ങനെ എടുത്തൊരു തീരുമാനം അന്ന് അതായിരുന്നു. കമ്പനി സ്റ്റോപ്പ് ചെയ്യുക. കാരണം ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, ഒത്തിരി കടത്തിലേക്ക് കൂടി പോവാണ്. ഈ കടങ്ങി കൂടി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റില്ല. അപ്പം അങ്ങനെ മനസ്സിലാക്കിയിട്ട് ആ കമ്പനി സ്റ്റോപ്പ് ചെയ്യാൻ വിചാരിച്ച തീരുമാനമാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നത്. അന്നും നമ്മുടെ പേര് എളനാട് തന്നെയായിരുന്നു? അല്ല, അന്ന് ഗോകുലം മിൽക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു, പൊള്ളാച്ചിയിൽ. നമ്മൾ എളനാടിലോട്ട് വന്നത് എങ്ങനെയായിരുന്നു? എളനാട് 2018 ഇവിടെ പ്രോപ്പർട്ടി കുറേ സ്ഥലങ്ങൾ നോക്കി പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു 5 സ്ഥലം നോക്കിയെടുത്ത് ഒരു സ്ഥലമാണ് ഇവിടെ കണ്ടത്. അപ്പോൾ എല്ലാം കൊണ്ടും ആദ്യത്തെ ദിവസം നമുക്ക് ഈ സ്ഥലം അത്ര ഇഷ്ടപ്പെട്ടില്ല. 2ാമത്തെ വട്ടം 3ാമത്തെ വട്ടം കണ്ടപ്പോൾ അങ്ങനെ ഈ സ്ഥലം ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് ഇവിടെ ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തത്. ആ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്ത് പ്ലാന്റിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് ഈ എളനാട് പാൽ എന്ന് പറഞ്ഞ ആ പേര്, സ്ഥലത്തിന്റെ പേര് തന്നെയാണ്. ബട്ട് ഈ പേര് നമുക്ക് ഒരു മനസ്സിൽ വന്ന് അങ്ങനെ പ്രൊഡക്റ്റിന് ഇട്ടത്. അങ്ങനെയായിരുന്നു. ശരിക്കും ഒരു തോൽവിയിൽ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതെ. എളനാട് മിൽക്കിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എങ്ങനെ? ഓൾറെഡി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ. നമുക്കൊരു വ്യക്തമായൊരു വിഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു 5 വർഷത്തിനുള്ളിൽ സൗത്ത് ഇന്ത്യയിലെ ഒരു മെയിൻ ബ്രാൻഡായി മാറാന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷൻ. അതിനുശേഷം ഇന്ത്യയിലെ ഒരു ബ്രാൻഡായിട്ട് മാറാന്നുള്ളതും. അങ്ങനെ നമ്മളൊരു വ്യക്തമായ ഒരു ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.
അത് നമ്മൾ അച്ചീവ് ചെയ്യും. ആ രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പം നമ്മളൊരു നമ്പർ 1 പ്രൈവറ്റ് ബ്രാൻഡായിട്ട് ഓട്ടോമാറ്റിക് നമുക്ക് എത്താൻ കഴിഞ്ഞു 6 വർഷം കൊണ്ട്. ഇനി നമ്മൾ അതിനു വേണ്ടി ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലേക്ക് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യാണ്. പല ഭാഗങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുക, പല ഭാഗങ്ങളിൽ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുക. ആ ഒരു ഫോക്കസിലാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ശരിക്കും മിൽക്ക് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് ഈ ഒരു ഫീൽഡിൽ. എങ്ങനെയാണ്? കാരണം കോമ്പറ്റേറ്റേഴ്സ് വരുന്ന സമയത്ത് അവരും സെയിം പ്രോഡക്ട്സ് എടുക്കുന്നു, ക്വാളിറ്റി വൈസും ഒരേപോലെ ഉണ്ടാവാം, അതല്ലെങ്കിൽ ബ്രാൻഡിങ്ങിലാണെങ്കിലും ഒരുപോലെ ഉണ്ടാവാം. അപ്പോൾ എങ്ങനെയാണ് അത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മൾ നമ്മുടെ ഈ ഒരു ബ്രാൻഡിനെ പിടിച്ചു നിർത്തുന്നത്? അത് എപ്പോഴും ഒത്തിരി കാര്യങ്ങൾ നോക്കണം. ഇപ്പം നമ്മളൊരു സിനിമ പോലെ തന്നെയാണ്, അതിൻ്റെ എല്ലാതും നന്നാവണം, അപ്പോഴാണ് ഇത് വിജയിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി നന്നാവണം. നമ്മൾ കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന പാല് നല്ല ക്വാളിറ്റിയിൽ സംഭരിക്കണം. അതിനെ കറക്റ്റ് കോൾഡ് ചെയിൻ മാനേജ്മെൻറ്റിൽ മെയിൻറ്റെയിൻ ചെയ്ത് പ്രൊഡക്ഷൻ എടുക്കണം. അത് കറക്റ്റായിട്ട് കടക്കാരിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇത് കറക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്തു പോവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ടീം മാനേജ്മെൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഡെവലപ്പ് കോമ്പറ്റേറ്റർ എന്നതിലുപരി നമ്മുടെ ബ്രാൻഡിനെ കൂടുതൽ ഹെൽത്തി ആക്കുക എന്നുള്ള. കാരണം നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. എപ്പോഴും നമ്മൾ ഒരു കോമ്പറ്റീറ്ററെ മനസ്സിലാക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ പഠിക്കാനോ കൂടുതൽ ഫോളോ ചെയ്യാനോ നമ്മൾ നിൽക്കരുത്. കാരണം നമ്മുടെ ഫോക്കസിന്ന് നമ്മൾ എപ്പോഴും നമ്മുടെ ഫോക്കസിലായിരിക്കണം. മറ്റുള്ളവരെ വളർച്ചയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്താൽ നമ്മുടെ വളർച്ച അവിടെ ഡൗൺ ആവും. അപ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി നമ്മൾ ഫെയിലിയർ ആയ ഒരു കാര്യം പറഞ്ഞിരുന്നു. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ അത്തരത്തിലൊരു ഫെയിലിയർ, ഒരു എലമെന്റ് ഡെഫിനറ്റ്ലി അതിനകത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് എലമെന്റ്സ് ഉണ്ടാവാം. സ്വാഭാവികമായിട്ടും പുതിയ ബ്രാൻഡ് തുടങ്ങുന്ന സമയത്ത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്നാലും ഒരു മേജർ പ്രശ്നം എന്തായിരുന്നു എന്നുള്ളത്, കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ പുതുതായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ തോൽക്കാനുള്ള എന്താ റീസൺ എന്നുള്ളത്, ആ ഒരു ബിസിനസ്സിനല്ല പൊതുവെ ബിസിനസ്സിൽ തോൽക്കാനായിട്ടുള്ള ഒരു റീസൺ എന്തായിരിക്കും എന്നുള്ളത്. ബിസിനസ്സിൽ തോൽക്കാനുള്ള റീസൺ അത് പല ബിസിനസ്, ഫോർ എക്സാമ്പിൾ ബിസിനസ് സെലക്ട് ചെയ്യുന്നത് തൊട്ട് തുടങ്ങും. ചിലപ്പോൾ അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ബിസിനസ് ആവില്ല. പിന്നെ രണ്ടാമത്തത് ആ ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമ്മൾ തോറ്റു കൊടുക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ തോൽക്കാൻ വളരെ ചാൻസ് കുറവാണ്. മനസ്സിലായ? അത് സിറ്റുവേഷനും സാഹചര്യം എല്ലാം എഫക്റ്റ് ചെയ്യും. ഇപ്പം നല്ലൊരു കാശുള്ള വീട്ടിലാണെങ്കിൽ ആ വ്യക്തി ഒരു തോൽവി തോറ്റാലും ആ വ്യക്തി തന്നെ ഇവാലുവേറ്റ് ചെയ്യും. ഞാൻ ഒരു തോൽവി തോറ്റാലും എൻ്റെ വീട്ടിലോ എൻ്റെ ഫിനാൻഷ്യലിനോ എഫക്റ്റ് ചെയ്യില്ല, എന്നെ എഫക്റ്റ് ചെയ്യില്ല. എനിക്ക് ഇനിയും ചിലപ്പോൾ വീട്ടിൽ നിന്ന് പൈസ തരും, അല്ലെങ്കിൽ എനിക്ക് വീണ്ടും ഇനിയും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. ഓട്ടോമാറ്റിക് അവൻ്റെ എഫേർട്ടും അതിനനുസരിച്ച് ഒരു സ്ലോ ഡൗൺ ചെയ്യും. അതെ, ഇതൊക്കെ പല രീതിയിലും നമ്മുടെ ബിസിനസ്സിൽ ഡൗൺ കൊണ്ടുപോകും. അപ്പോൾ ഡു ആൻഡ് ഡൈ എന്ന സിറ്റുവേഷനിൽ ബിസിനസ് ചെയ്താൽ അവരൊക്കെ ഒരുവിധം പൊന്തി വരും. പിന്നെ അവർക്ക് വേണ്ട കറക്റ്റായ നോളജ്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ടീം വലുതാവുന്നതിനനുസരിച്ച് അത് മാനേജ് ചെയ്യാൻ അറിയാതിരിക്കുക. അപ്പോൾ എപ്പോഴൊക്കെ നമുക്ക് ഈ അറിവ് ആരൊക്കെ തരുന്നോ അവരെ നിന്നൊക്കെ ഈ അറിവ് എടുക്കണം. ഫോർ എക്സാമ്പിൾ നമുക്ക് ട്രെയിനിങ്, ഇപ്പോൾ ഒത്തിരി ബിസിനസ് ട്രെയിനിങ് ഉണ്ട്. അതിൽ നല്ല ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ബിസിനസ്സിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകണം, എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം, എങ്ങനെ ഓരോ പ്രോസസ്സിനും SOP സെറ്റ് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പല ട്രെയിനിങ്ങിലും പല ബുക്കുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതിനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ബിസിനസ്സിനെ ആവശ്യമായ സമയത്ത് സ്ട്രക്ചർ ചെയ്ത് SOP സെറ്റ് ചെയ്ത് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ ഏതൊരു വ്യക്തിക്കും അവൻ്റെ ബിസിനസ്സിൽ വളർത്തി കൊണ്ടുവരാൻ പറ്റും. എനിവേസ്, എന്താണെങ്കിലും ഒരുപാട് നന്ദി. കാരണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെഷനായിരുന്നു. ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നില്ലേ, കാരണം ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് തന്നെയായിരുന്നു. ഇനിയും വെള്ളനാട് മിൽക്കിന് ഒരുപാട് ജനഹൃദയങ്ങളിലേക്ക് പോകാൻ സാധിക്കട്ടെ, ഒരുപാട് അടുക്കളകൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരുപാട് നന്ദി. താങ്ക് യു. വളരെ നന്ദി.